ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ തക്കാളിയൊക്കെ കൂടുതലൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് കുറച്ച് ദിവസം ഇരിക്കുമ്പം ചീഞ്ഞൊക്കെ പോകാറുണ്ടല്ലേ. അപ്പം ചിലപ്പോൾ അത് അഴുകി പോകാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വരാതിരിക്കാതും നമ്മൾ കുറേ നാൾ കൂടുതൽ ഒരു 6 മാസം വരെയൊക്കെ നമ്മുടെ തക്കാളിയൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 1-2 ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പം നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിൽ നമുക്കൊരു 10-15 മിനിറ്റ് ഒന്ന് നമുക്ക് ഈ തക്കാളി മുക്കി വെക്കണം. കാരണം അതിനകത്ത് ഒരുപാട് അഴുക്കും അണുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ 15 മിനിറ്റ് ഞാനിത് മുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ച് വേറെ നല്ല വെള്ളത്തിൽ ഒന്നുകൂടി നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പം വേറെ നല്ല വെള്ളത്തിൽ ഞാൻ ഒന്നുകൂടി ഇത് കഴുകി എടുക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതായിരിക്കും. അറിയാൻ പാടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി ഫുള്ള് ഞാനിവിടെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലൊരു തുണി വെച്ചിട്ട്, കിച്ചൺ ടവലോ എന്തെങ്കിലും നമ്മൾ നല്ലൊരു തുണി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒരു തരി പോലും വെള്ളം ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഈ തക്കാളി ഫുള്ളൊന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരല്പം വെള്ളം പോലും നമ്മുടെ തക്കാളിയിൽ ഇരിക്കാൻ പാടില്ല. എന്നിട്ട് അങ്ങനെ നമുക്ക് നന്നായിട്ടൊന്ന് എല്ലാം തുടച്ച് നമുക്ക് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ തക്കാളി ഫുള്ള് ഞാനിവിടെ നന്നായിട്ടൊന്ന് തുടച്ച് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് ടിപ്പ് നമ്മൾ നോക്കാം, എങ്ങനെയാണ് നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഇതുപോലൊരു ട്രേ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണോ ഉള്ളത് അത് നമുക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ടിഷ്യൂ പേപ്പറാണ്. എന്നിട്ട് നമ്മൾ തക്കാളി ഇതുപോലെ ടിഷ്യൂ പേപ്പറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ആ പാത്രത്തിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിപ്പോൾ ടിഷ്യൂ പേപ്പറിലാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ന്യൂസ് പേപ്പർ ഉണ്ടാവുമല്ലോ എല്ലാവരുടെയും വീട്ടിൽ. അപ്പോൾ ന്യൂസ് പേപ്പറിൽ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പൊതിഞ്ഞിട്ട് നമ്മൾ പാത്രത്തിൽ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഈ ട്രേക്കകത്ത് കൊള്ളുന്ന അത്രയും തക്കാളി ഇതുപോലെ പൊതിഞ്ഞിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. എത്ര ദിവസം വേണമെങ്കിലും നമുക്കിത് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരു കേടും സംഭവിക്കില്ല. അഴുകിപ്പോവോ ചീഞ്ഞു പോവോ ഒന്നും ചെയ്യത്തില്ല. നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. ഞാൻ ചെറിയൊരു ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ടിഷ്യൂ പേപ്പറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 എണ്ണം ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഉപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ട്രേ ഫുള്ളായിട്ട് ഞാനിതുപോലെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് നിരത്തി കൊടുക്കാം ഇങ്ങനെ. ഇനി നമ്മൾ ഈ തക്കാളിയുടെ ആ ഒരു ഞെട്ടിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മൾ അടിഭാഗത്ത് വരുന്ന രീതിയിൽ ഉപ്പിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഉപ്പിൻ്റെ മുകളിൽ ഈ ഞെട്ടിൻ്റെ ഭാഗം അവിടെ തന്നെ കറക്റ്റായിട്ട് വരണം കേട്ടോ. അങ്ങനെ തന്നെ നമ്മൾ ഇതുപോലെ എല്ലാ തക്കാളിയും നമ്മൾ നിരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. നമ്മൾ ഇത് പുറത്ത് വെച്ചാൽ മതി. ഇങ്ങനെ വെക്കുന്നത് നമ്മൾ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ നമുക്ക് ഒരു കേടും കൂടാതെ ഉപ്പിലിങ്ങനെ വെക്കുന്ന തക്കാളി വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം നല്ലൊരു ടിപ്പാണ്. നമുക്ക് ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, നമുക്ക് പുറത്ത് തന്നെ വെച്ചാൽ മതി. ഒരു കേടും കൂടാതിരിക്കും. നല്ലൊരു ടിപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ബാലൻസ് ഉള്ള തക്കാളി ഫുള്ള് എല്ലാം ഞാനൊന്ന് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം തക്കാളി ഫുള്ളായിട്ട് ഞാനിവിടെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞാനെല്ലാം കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഉപ്പാണ് കേട്ടോ. അപ്പം ഉപ്പും കൂടി ചേർത്തിട്ടാണ് നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ തക്കാളി ഒന്ന് അരച്ചിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേണ്ടത് ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലാണ്. ഒട്ടും വെള്ളമൊന്നും ഇല്ലാത്ത നന്നായിട്ട് ഡ്രൈ ആയിട്ട് നമ്മൾ തുടച്ച് വൃത്തിയാക്കി ഒരു ഗ്ലാസ് ബോട്ടിൽ എടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി നമുക്ക് ആ ഒരു തക്കാളിയുടെ നീരിതിലേക്ക് നമുക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അടച്ച് നമ്മൾ ഫ്രിഡ്ജിൽ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും 6 മാസം വരെയൊക്കെ നമുക്കിത് വെച്ചിട്ട് സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു തക്കാളിയുടെ ഈ ഒരു ജ്യൂസ് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഒരു കേടും കൂടാതെ നമ്മൾ ഫ്രിഡ്ജിൽ ഇരുന്നോളൂ. ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മൾ കുക്കിങ്ങിന് ആവശ്യമുള്ള സമയത്തൊക്കെ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ.
അപ്പോൾ നല്ലൊരു ടിപ്പാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.